എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ ഏത് മീനെ വെക്കാൻ പോണേ? ചാളയാ? അല്ലല്ലോ. ഏത്? കൊഴുവ. അപ്പം ഞങ്ങൾ ഇന്ന് കൊഴുവ പീര വറ്റിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പച്ചൻ്റെ മീനൊക്കെ നന്നാക്കുന്നുണ്ട്. ഞാനോട് ജോയിൻ ചെയ്യട്ടെ. 1 കിലോ മീനുണ്ട്. അപ്പോൾ അപ്പച്ച ഒറ്റയ്ക്ക് നന്നാക്കി കഴിഞ്ഞാലേ ഇപ്പം തീരില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോവാം. വിചാരിച്ചവരെ എളുപ്പമല്ലത്, നല്ല പണിയുണ്ട്. അമ്മയ്ക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നന്നാക്കണേ. എന്താ സുഖം, വേറെ പണി നിർക്കണ്ട, അത് നന്നാക്കി ഇരുന്നാൽ മതി അല്ലേ? ഇവിടെ നിൽക്കണ കൊഴുവ നല്ല കഴുകി തലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറത്തെ പണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് കിടക്കാണ്. എല്ലാം ചതച്ചെടുത്തുകൊണ്ടിരിക്കുക. അവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം. ഇത് ഞങ്ങൾ പീര പറ്റിക്കും. ഇതിൻ്റെ തല എടുത്ത് കളഞ്ഞിട്ടില്ലേ, അതെ, അത് ഞങ്ങളിത് മസാല മറ്റേ മുളകും ഒക്കെ പെരട്ടി ഉപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ വറുത്തടിക്കും. അര കിലോ അല്ലേ? ഒരു 5-6 കഷ്ണം ചുവന്നുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം കൊടപ്പുളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ഇത്തിരി വെളിച്ചെണ്ണ, ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി തിരുമ്മി വെക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്ക് അടപ്പത്ത് വയ്ക്കാതെ. ഒരു ഗ്ലാസ് വെള്ളം, വെള്ളം അധികം ഒഴിക്കണ്ട. അധികം ഒഴിക്കണ്ടെന്ന്, 1 ഗ്ലാസ്. അതെ, 1 ഗ്ലാസ് വെള്ളം മതി. ഇതിങ്ങനെ 250 മില്ലി. വേപ്പില ഇതാക്കി വിടേണ്ടതായിരുന്നു. നമുക്ക് നടപ്പത്താക്കാം. തള വരുന്നത് വരെ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അധികം വല്ലാണ്ട് ഇളക്കണ്ട, അതിങ്ങനെ ഒന്ന് പതുക്കനെ അടിയൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങൾ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് നേരത്തെ വേവ് ഉണ്ടാവുള്ളൂ ഇതിന്. ഒന്നും കൂടി മൂടി വയ്ക്കാം. മീൻ അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ഇതിനാവശ്യമുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം കേട്ടോ. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു മുഴുവൻ വെളുത്തുള്ളി ചതച്ചെടുക്കാം. അപ്പോൾ അടപ്പത്ത് വെച്ച മീൻ ഇതിവിടെ ഈ പാകത്തിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഈ ഒരു പാത്രം അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുകൊന്നുമില്ല, ഞാൻ മീനിൽ കടുക് ചേർക്കാം. അതിലേക്ക് നമുക്കൊരു സ്പൂൺ കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇത് ഇത്തവണത്തെ മുളക് പൊടിക്ക് ഒരു കളറില്ല.
ശരിക്കും മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ മതി. തേങ്ങ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിരണ്ടി വെച്ചേക്കണം, ഒരു മുറി തേങ്ങയാണിത്. മുളക് പൊടി ഇട്ട് കരിച്ചെടുക്കണ്ട കേട്ടോ, അതിന് മുമ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണേ. ഇത് ഇത്തിരി മൂപ്പ് കൂടിയത് പൊടിയിട്ടത്. കറിയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പ് ഈ തേങ്ങയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഇടും. ഈ തേങ്ങയിലേക്ക് ഇടും. വലിയ പാത്രം എടുക്കണം. അതാണല്ലോ പീര വറ്റിക്കണമെന്ന്. ഇളക്കി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് വറ്റിക്കണം. ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കൊഴുവ നന്നാക്കി എടുക്കാനായിട്ട് ഇത്തിരി സമയം ഉണ്ടെങ്കിലും ഇത് കറി വെച്ചാൽ നല്ല സ്വാദായിരിക്കും. മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം കുടപ്പുളി ചേർത്താൽ മതി. അധികം പുളിയുടെ ആവശ്യമില്ല അതിന്. ഒരു പേരിനൊരു പുളി മതി. ഇത് ഇങ്ങനെ കിടന്ന് പതുക്കെ തീ കുറവിൽ കിടന്നൊന്ന് പതുക്കെ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ തീ ഓഫാക്കാം. അത്രയ്ക്കേ ഉള്ളൂ ഈ കറിയുടെ പണി. കൊഴുവ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ ചൂടോടുകൂടി കഴിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ഇരുന്ന് മറ്റേ മീൻ വറ്റിച്ചതുപോലെ അല്ലെങ്കിൽ കറിയുടെ പോലെ ഒന്നും ഇരുന്ന് ചൂടാറിയിട്ട് കഴിക്കണമെന്നൊന്നുമില്ല. ചൂടോട് കൂടി തന്നെ കഴിക്കാം. ഒരു പാത്രം എടുത്തോ, ചോറെടുക്ക്, ബേടെടുക്ക്. അടിപൊളിയായിട്ടുണ്ട്. പറ്റാവുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസിൽ പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.